ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ RJ അയ്യർ. ഞാൻ RJ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി, ഇന്നത്തെ എന്താണ് സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്? അപ്പോൾ ഒരു പെൺകുട്ടിയാണ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അവളിപ്പോൾ ഡിവോഴ്സിന്റെ വക്കിലാണ്. സ്വന്തം വീട്ടിൽ നിൽക്കുകയാണ്. അവള് വിവാഹം കഴിച്ച് പോയ വീട്ടില് ഹസ്ബൻഡും അമ്മയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ വിവാഹം ആലോചിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും വളരെ നല്ല ഫാമിലി, ഹസ്ബൻഡ് ഗവൺമെന്റ് ജോലിയുള്ള ആളാണ്. അങ്ങനെ വളരെ നല്ല ഫാമിലി ആയിട്ട് അറിഞ്ഞ് വിവാഹം കഴിച്ചതാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാലും വീട്ടിൽ ചെന്നപ്പോൾ എന്ത് കാര്യത്തിനും ഏതിനും അമ്മയുടെ അഭിപ്രായം ചോദിച്ചു, അല്ലെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കുന്ന ഒരു മകൻ. പുള്ളിക്കാരന് സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് ഒന്നുമില്ല. ഇവളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കുന്നതും എന്തിനും ശാസിക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മയാണ്. അപ്പൊ അമ്മ പറയുന്നതിനപ്പുറം പുള്ളിക്കാരനില്ല. ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവളിങ്ങനെ പരാതിയായിട്ട് ഇവക്ക് സ്വന്തം വീട്ടിൽ പോകാൻ പോലുള്ള ഒരു ഇതില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവള് പരാതി പറയുമ്പോൾ, അമ്മ ഹസ്ബൻഡ് ഇല്ലാതെ, അച്ഛനില്ലാതെ എന്നെ നോക്കി വളർത്തിയതല്ലേ, അപ്പോൾ നീ ഇത്തിരി ഒന്ന് അമ്മയോട് അഡ്ജസ്റ്റ് ചെയ്യണം, അമ്മ പറയുന്നത് കേൾക്കണം, അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അമ്മ അത്രയും സ്നേഹിച്ച് എന്നെ വളർത്തിയതാണെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് അവൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡ് വളരെ സ്നേഹസമ്പന്നനൊക്കെ തന്നെയാണ്. ഈ അടുത്തായിട്ട് അവൾക്കൊരു ജോലി കിട്ടി. ഒരു പ്രൈവറ്റ് ജോലിയാണ്, ഒരു ടീച്ചിങ്, ഒരു സ്കൂളിലെ ടീച്ചറായിട്ടായിരുന്നു. അപ്പോൾ അമ്മയോടത് പറഞ്ഞപ്പോൾ, ജോലിക്ക് എന്ന് വെച്ചാൽ അവളുടെ വീടിൻ്റെ കുറച്ചടുത്തായിട്ടാണ് ഈ സ്കൂള്, അവിടോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് താല്പര്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവന് ജോലി ഉണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള ഇതൊക്കെ ഉണ്ട്, നീ ജോലിക്കൊന്നും പോണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവളെ ജോലിക്ക് പോകാനും സമ്മതിച്ചില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഉള്ളത് തന്നെ സഹിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന അവൾക്ക് ഇതും കൂടെ ആയപ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യം ഇല്ലാണ്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ആ വിവാഹം, ഈ ബന്ധം വേണ്ട എന്ന് തന്നെ തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ അവൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവരുടെ ലൈഫിൽ ഇല്ലാതിരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ ഇന്റർഫിയറൻസ് ഇങ്ങനെ ഉണ്ടാകുന്നില്ലായിരുന്നു എങ്കിൽ അവർക്ക് ഒരിക്കലും പിരിയേണ്ടി വരില്ലായിരുന്നു. അവർ വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോയേനെ. ഈ ഒരാളില്ലാതിരുന്നു, ഇനി അമ്മ ഇല്ലാതാവുകയാണെങ്കിൽ പോലും ചിലപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ ഒരു ക്രൂവലായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അവളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ രണ്ട് ഇതാവാൻ പോവുകയാണ്. അവളുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹ ജീവിതത്തിൽ ഒരു പുരുഷൻ അമ്മയ്ക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതെ വൈഫിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്കൊരു ഈ രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇത് പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും തീവ്രമായിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും കുറഞ്ഞോ ഇതിനെക്കാട്ടി കൂടിയോ ഒക്കെ ഉള്ള ലെവലിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഇത് പൊതുവിൽ നമുക്ക് ഏകദേശമുള്ള ഈ ഡിവോഴ്സിലേക്ക് പോകുന്ന കുറേ കേസുകൾ എടുത്തു നോക്കിയാൽ പൊതുവായിട്ട് വരുന്നൊരു ചോദ്യമാണ്, അമ്മായിയമ്മയുടെ വാക്കാണോ അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ വാക്കാണോ ഒരു മകൻ കേൾക്കേണ്ടത്, അതോ ഭാര്യ വിവാഹം കഴിച്ചുകൊണ്ടുവന്നൊരു വേറൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ഭാര്യയുടെ വാക്കാണോ കേൾക്കേണ്ടത്? അപ്പോൾ ഇതുപോലത്തെ കുറേ കഥകൾ ഈ അമ്മമാർക്കും പറയാനുണ്ടാകും. കാര്യം മകൻ അത്രയും നാൾ നല്ല സ്നേഹസമ്പന്നനായിരുന്നു, മകൻ വിവാഹം കഴിച്ചുകൊണ്ടിരുന്നവരൊക്കെ അവിടുത്തെ അന്തരീക്ഷം വളരെ നന്നായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മ അവന് ധിക്കര്, മരുമകളാണ് എല്ലാം പ്രാധാന്യം, അമ്മ എല്ലായിടത്തും ചവിട്ടി താഴ്ത്തുന്നു, അവള് പറയുന്നതേ കേൾക്കുന്നുള്ളൂ, എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോഴാണ് ഇങ്ങനെ എന്നും പറഞ്ഞ് വഴക്ക്, വക്കാണം, പ്രാക്ക്, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ പുരുഷൻ എന്ന് പറയുന്ന ഒരാൾ ചെകുത്താനും ചെങ്കടലിന് നടുവിലുള്ളൊരു പോസ്റ്റാണ് ഇതെന്നാണ് പൊതുവിൽ ഇത് അനുഭവിക്കുന്ന ഭർത്താവ് പറയുന്നത്. അതായത് ഇത് രണ്ട് വട്ടില ഇങ്ങനെ പിരിഞ്ഞ് എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കണം, എനിക്കെൻ്റെ ഭാര്യയും വേണം എന്നുള്ള മട്ടിലാണ് ബഹുഭൂരിപക്ഷം പുരുഷന് നിൽക്കുന്നത്. പക്ഷേ എല്ലായിടത്തും അവനങ്ങോട്ട് അത് പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെ കാര്യത്തിൽ എങ്ങനെയാണ് താൻ ഇതിനെ കൊണ്ടുപോകേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടതെന്നറിയില്ല. വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്നു കയറിയ പെൺകുട്ടിയെടുത്ത് കൂടുതൽ അവൾക്ക് അവിടെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി കൂടുതൽ സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത് അവളടുത്ത് കൂടുതൽ സ്നേഹപൂർവ്വം ഇടപെടുമ്പോൾ അമ്മയ്ക്ക് പ്രശ്നം. ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും തോന്നുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ ഭാര്യയടുത്തൊക്കെ വലിയ മൈൻഡൊന്നും ചെയ്യില്ല, അമ്മയടുത്ത് കൂടുതൽ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ
ഭാര്യ പറയും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് വന്ന് കയറിയിട്ട് എന്നെ ഇയാൾ പരിഗണിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഇവിടെ പറയും. ഇത് പൊതുവിൽ കാണപ്പെടുന്ന ഒന്നാണ്. പക്ഷെ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം ഇതൊന്നുമല്ല. ഒരു ഭാര്യയ്ക്കാണോ ഒരു അമ്മ, അതായത് അമ്മായിയമ്മ, ഈ പെൺകുട്ടിയുടെ മുൻഗണന കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ഒന്നാം സ്ഥാനം എന്ന് വെച്ചാൽ അങ്ങനൊരു സബ്ജക്റ്റേ ഇല്ല. ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഈക്വലാണ്. ഒരാളെന്നുള്ള നിലയൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ പോയിന്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു പോയാൽ ഒരുപാട് കാട് കയറിപ്പോകുന്നുള്ള ഒരു വിഷയമുണ്ട്. കാര്യം ഒരു തട്ടിൽ നമ്മൾ ഇപ്പം ഭാര്യയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അടുത്ത അമ്മായിയമ്മ വയ്ക്കും ഞങ്ങൾ മനുഷ്യരല്ലേ എന്ന് വയ്ക്കും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും 2-3 അഭിപ്രായം, പല അഭിപ്രായങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഒരു വലിയ സാധനമാണ് എനിക്കെടുത്ത് തന്നേക്കുന്നത്. എന്തെങ്കിലും അമ്മായിയമ്മയെക്കുറിച്ച് വല്ല ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുള്ള എങ്ങനെയാണ് ഈ കള്ളക്കഥ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചൊരു ഉത്തരം പറയാം. അങ്ങനെ ലക്ഷ്മി അങ്ങനെയൊന്നും അല്ല എന്നറിയാം, നിങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയൊന്നും അല്ല എന്നറിയാം. പക്ഷേ ഇവിടെ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ ഈ പെൺകുട്ടി എന്ന് പറയുന്ന ആൾ, അവൾ ഒരു വ്യക്തിയാണ്, അവളൊരു കുടുംബത്തിലേക്ക് കയറി വന്നവളാണ്. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ആൾ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിലല്ല പറയുന്നത്. ആ അമ്മ എന്ന് പറയുന്ന അവിടെയുള്ള ഒരാളാണ്. ഈ കല്യാണം എന്ന് പറയുന്ന ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഇവർ ആകാംക്ഷയോടെ കാത്തുകെട്ടിയിരിക്കുകയാണ്. അത് മകൻ്റെ കല്യാണം, മകളുടെ കല്യാണം. ഈ മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഗ്രഹനിലയായിട്ട് ഓടിപ്പാഞ്ഞ് എല്ലായിടത്തും നടക്കുന്ന ജ്യോതിഷൻ്റെ അടുത്ത് വന്നു, ബ്രോക്കറുടെ അടുത്ത് വന്നു, കണ്ടവടുത്ത് എല്ലാം പറഞ്ഞിട്ട് മകൻ്റെ ഒരു കല്യാണമൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്ന ഇതേ അമ്മയാണ്. എവിടെന്നെങ്കിലും നല്ലൊരു പെൺകുട്ടിയാണ്, ഒരു കല്യാണത്തിനൊക്കെ പോയി ഇപ്പം കണ്ടു, അല്ലെങ്കിൽ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും അല്ല പ്രണയവിവാഹമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അമ്മ ആരാണ്? അച്ഛനേക്കാളും ഒരു പടിയിൽ മുന്നിൽ ഈ പെണ്ണാലോചന, അവനൊരു ഇച്ചിരി പക്വതയായി തുടങ്ങുമ്പോഴേ പെണ്ണാലോചന തുടങ്ങുന്ന അമ്മ ആരാണ്? അതായത് ഒരു മരുമകൾ കടന്നു വരണമെന്ന് അവരുടെ ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവരൊരു പെണ്ണാലോചന നടത്തുന്നു. ഈ കല്യാണത്തിനോടടുക്കുമ്പം എല്ലാവർക്കും വലിയ സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പം എന്ന് പറഞ്ഞാൽ മോഡിയാണ്, ഡാൻസാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പെൺകുട്ടി വലത് കാല് വെച്ച് വീട്ടിലേക്ക് കയറുന്നിടം അതുവരെ ശുഭമാണ്. വീഡിയോ ക്യാമറയൊക്കെ ഉണ്ട്, നന്നായി ഷൂട്ട് ചെയ്യും. പിന്നീട് അതിന് ശേഷമുള്ള ജീവിതത്തിലേക്കാണ് ലക്ഷ്മി നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, എങ്ങനെ പെരുമാറും എന്നുള്ളത്. ആദ്യത്തെ കാലയളവിലൊക്കെ ഇവർ പറയും ഈ മരുമകളെ മകളെ പോലെ കരുതണമെന്ന്. മുൻകാലങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് മകളെ പോലെ തന്നെ, സ്വന്തം മോളെ പോലെ തന്നെ കരുതണം. ഒരിക്കലും അങ്ങനെ മകളെ പോലെ കരുതണമെന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെ കരുതലൊന്നുമില്ല. മകൾ വേറെ തന്നെയാണ്, മരുമകൾ വേറെ തന്നെയാണ്. മരുമകളെ മരുമകളായിട്ട് കണ്ടാൽ മതി, തൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കണ്ടാൽ മതി. അതിന് പറയാൻ കാര്യം എന്ന് പറയുമ്പോൾ മോളെടുത്ത് നന്നായിട്ട് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റും. സ്വന്തം മോളെടുത്താണെങ്കിൽ നീ ഓടിയെന്നൊക്കെ പറഞ്ഞ് നാല് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയാണെന്നുള്ള ഒരു രക്തബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ഈ മോൾക്ക് അത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ അവർ തമ്മിൽ ഒന്നിച്ചാവും. പക്ഷെ മരുമകളെടുത്ത് പറയുമ്പം എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ലാത്ത എന്തൊക്കെയോ തരത്തിൽ പറയുന്നത് ഈ അമ്മ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവിടെ കിടപ്പുണ്ട്. അത് തലവൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനൊരു ഇത് കാണിക്കുന്നതാണെന്നൊരു തോന്നൽ അവർക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ വന്ന് കയറിയ ഉടനെ ഈ ബോണ്ടിങ് എന്ന് പറയുന്ന സാധനമൊന്നും ഒരാൾക്കും ഉണ്ടാവുന്നില്ല. അത് കാലക്രമേണ വർഷങ്ങളുടെ പഴക്കം കൊണ്ടാണ്. ഈ മകൾ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയതൊന്നുമല്ല. അവൾ ഈ അമ്മയടുത്ത് ഇടപഴകി 10-25 വർഷം 25 വർഷം കൊണ്ടാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊക്കെ ആയി മാറിയത്. ആ പഴക്കം കൊണ്ട് 1-2 വർഷം അല്ലെങ്കിൽ 1-2 മാസം കഴിയുമ്പം ഇതേ ബന്ധം തന്നെ ഈ വന്നു കയറിയ പെൺകുട്ടിയും ഈ അമ്മ എന്ന് പറയുന്ന ആളുമായിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇവർ ഒരാൾ അമ്മയായിട്ട് കാണാനും ഒരാൾ മകളായിട്ട് കാണാനും ശ്രമിക്കുക എന്നല്ല, രണ്ടും രണ്ട് തന്നെയാണ്. നമുക്ക് അങ്ങനെയൊക്കെ ശ്രമിക്കാം, കാര്യങ്ങൾ പറയാം, അതങ്ങനെ ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയടുത്ത് ലക്ഷ്മി ഇപ്പം സ്വന്തം അമ്മയടുത്ത് വലിയ ദേഷ്യപ്പെടും പോലെ അതേ ദേഷ്യം എടുത്ത് അമ്മായിയമ്മയടുത്ത് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വീണ്ടും വേറെ തരത്തിലാവും. ആ ഒരു വ്യത്യാസമുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ ഇപ്പം ഇതിൽ മരുമോൻ്റെ റോളാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. ആരുടെ പക്ഷം ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകും. കുടുംബജീവിതത്തിൽ എപ്പോഴായാലും ഒരു വഴക്കുണ്ടാവും, ഒരു കാര്യത്തെ ചൊല്ലി. ഈ കാര്യത്തെ ചൊല്ലി വഴക്കുണ്ടാകുമ്പം ഈ പുരുഷൻ ആരുടെ പക്ഷത്ത് നിൽക്കണം? ബഹുഭൂരിപക്ഷം നേരത്തും അമ്മയുടെ സെൻറ്റിമെൻറ്റലുമായിട്ട് അമ്മയായിട്ട് കൂടുതൽ ബന്ധമുള്ളതുകൊണ്ട് പുരുഷൻ എന്ത് ചെയ്യും? അമ്മയുടെ കൂടെ നിൽക്കാൻ കൂടുതൽ ടെൻഡൻസി കാണിക്കും. ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു ഇമോഷണലി അമ്മയെ ഞാൻ കൊണ്ടുവന്ന് കുറ്റപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് അമ്മയുടെ കൂടെ നിൽക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ പെൺകുട്ടിക്ക് പ്രശ്നം വന്നു തുടങ്ങും. നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം
ശരി ആരുടെ ഭാഗത്താണോ, ന്യായം ആരുടെ ഭാഗത്താണോ, ആ ന്യായത്തിനോടൊപ്പം നിൽക്കാൻ ഒരു പുരുഷന് കഴിയണം. അവൻ മാത്രമേ വിവാഹം കഴിക്കാവൂ. അമ്മയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അമ്മയോടൊപ്പം, ഭാര്യയുടെ ഭാഗത്ത് ന്യായമെങ്കിൽ ഭാര്യയോടൊപ്പം തന്നെ നിൽക്കണം. കാര്യമല്ലാതെ ആരെയും അവിടെ പ്രസാദിപ്പിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ആദ്യം മുതലേ ആ നട്ടല് കാണിച്ചില്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് കടിഞ്ഞാൻ തെറ്റിപ്പോകും. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭാര്യ എടുത്ത് പിന്നീട് പറയാം, നോക്കൂ അമ്മ പറഞ്ഞതായിരുന്നു റൈറ്റ്, പിന്നീട് ചിലപ്പോൾ ഇതൊക്കെ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവളെ അത് കൺവിൻസ് ചെയ്ത് കൊടുക്കണം. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഭാര്യയുടെ ഭാഗത്ത് തെറ്റ്, ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യം എന്താണ് അമ്മയടുത്തും പറഞ്ഞ് ക്ലിയർ ആക്കണം, ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞു. ഞാൻ അപ്പോഴെന്താ പറ്റുക, അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും മകൻ്റെ അടുത്ത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ അങ്ങനെ ചാടിത്തുള്ളില്ല. കാര്യം ഞാൻ സെൻറ്റിമെൻറ്റിൽ വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ന്യായമുള്ളിടത്ത് നിൽക്കണമെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും, അമ്മയ്ക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് പൊതുവിൽ നട്ടലുള്ള ഒരാൾ കാണിക്കേണ്ടത്, സത്യത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ശരിയാണ് കേട്ടാ. ഈ പറഞ്ഞ മാതിരി നട്ടലുള്ള ഒരു പുരുഷൻ മാത്രമേ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാവൂ. രണ്ട് പക്ഷത്തെയും ശരി തെറ്റുകൾ മനസ്സിലാക്കി പെരുമാറുന്ന ഒരാൾ. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോൾ അവള് ഇപ്പോൾ ഈ ഭർത്താവ് അമ്മ പറയുന്ന എല്ലാ കാര്യത്തിനും അമ്മയുടെ വാക്ക് കേൾക്കുന്നതും അമ്മ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലോ ഉള്ളത്. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അവൾക്ക് സത്യം പറഞ്ഞാൽ ഇയാളിൽ നിന്ന് വിവാഹമോചനം നേടി പോകണമെന്നൊന്നുമില്ല. ഈ അമ്മ ഒന്ന് അവളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയും അവൾക്ക് കുറച്ച് ഫ്രീഡം, അവളുടേതായിട്ടുള്ള ഒരു ഏരിയ, ഫുള്ളായിട്ടുള്ളൊരു ഫ്രീഡം കൊടുക്കണമെന്നല്ല, പക്ഷേ എല്ലാത്തിനും ഉള്ള ഒരു ഇൻ്റർഫിയറിങ് ഒന്ന് കുറച്ചിട്ട് അവളെയും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഇപ്പം അവൾക്ക് മുന്നിട്ട് ഇറങ്ങാൻ പറ്റൂല, അമ്മ തന്നെ വിചാരിച്ചിട്ടുണ്ടെന്ന കാര്യമാണ്. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. ലക്ഷ്മി, ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരു വൈഡാവും. ഇത് ഈ ക്യാൻസർ 100 തരത്തിൽ പറയാറുണ്ട്, പലതരത്തിലുള്ള ഒന്നല്ല, ഒരു വ്യത്യസ്ത തരത്തിലുള്ള പോലെ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിവാഹമോചനത്തിലേക്ക് പോകുമ്പോൾ അമ്മായി അമ്മ മരുമകൾ പ്രശ്നം എന്ന് പറയുമ്പോൾ ഓരോന്നിനെയും ചിലപ്പം ഇതേപോലത്തെ കാര്യങ്ങളായിരിക്കും പറയുന്നതെങ്കിലും ഓരോന്നിനും ഓരോ തലം ഉണ്ടായിരിക്കും. ഒരാളെ ഹട്ട് ചെയ്തതിൻ്റെ തലം വേറൊന്നായിരിക്കും. അതായത് ഒരു കുഞ്ഞ് പറന്നതിന് ശേഷം അമ്മായിയമ്മയ്ക്ക് കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും കൊടുക്കാതെ മരുമകൾ വെച്ചുകൊണ്ട് കിടക്കുന്നതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു അമ്മായിയമ്മ എനിക്കറിയാം. കാര്യം അതായത് അമ്മായിയമ്മ അത്ര എല്ലായിടത്തും സ്നേഹമാണ്, കുട്ടിയെ ഒന്ന് തൊടാൻ പോലെ. അമ്മായിയമ്മ നേർച്ചയൊക്കെ നേർന്നിട്ടാണ് കുട്ടി ജനിച്ചത്, പക്ഷേ കുട്ടിയെ കയ്യിൽ കൊടുക്കില്ല, എന്താ അത് വീണ് പോകുമെന്നൊക്കെ ഈ അമ്മയ്ക്ക് വലിയ ഹേർട്ടാണ്. അത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വിഷയമല്ല, ഒരുപാട് വിഷയമുണ്ട്. അപ്പോൾ ഇവിടെ തിരിച്ച് മകളുടെ ഈ മരുമകള് കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ ചുമ്മാ ഇന്റർഫിയർ ചെയ്യുകയും കുറ്റം പറയുകയും ചെയ്യുന്ന അമ്മായിയമ്മമാരും ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഞാനതാ പറഞ്ഞേ, ഒരു പുരുഷന് നട്ടല് വേണമെന്നുള്ളത്. ഇവിടെ ഈ പുരുഷൻ എന്ന് പറയുന്നത് അമ്മ ആണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ അമ്മക്കുട്ടിയായിട്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാരിൽ പൊതുവിൽ ഇങ്ങനൊരു പ്രകൃതമുണ്ട്. അമ്മയായിട്ട് കൂടുതൽ അടുത്ത്, അവന് കൂടുതൽ അച്ഛൻ ഇല്ലാത്തതുകൊണ്ടേ അമ്മയായിട്ടായിരിക്കും ഇടപഴകി ശീലിക്കുക. അതെ, അമ്മയായിരിക്കും അവൻ്റെ ലോകം. ഒരു സുപ്രഭാതത്തിൽ അമ്മ പറയുന്ന അത്രയും നാൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അവൻ്റെ എല്ലാ കാര്യത്തിലും തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ പറയുന്ന കാര്യങ്ങൾ അവനെ ധിക്കരിച്ചു പോകാൻ പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ ഒരു കുടുംബത്തിലേക്ക് വന്നു കയറുന്ന പെൺകുട്ടി ആദ്യമേ ചിന്തിക്കണം ഇവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന്. ഈ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിലും ഇതിൻ്റെ കീഴിൽ അണ്ടറിൽ ജീവിക്കാൻ പറ്റുന്ന ചില പെൺകുട്ടികളുണ്ട്. അവരെ ഈ അമ്മായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞാൽ അമ്മായിയാണ് എനിക്ക് പ്രശ്നം, അമ്മായി ഇത്ര ക്രൂരമായിട്ട് പറയണമെങ്കിൽ അമ്മായി മാറിയിരുന്നെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതിൽ കഴിഞ്ഞോളാമെന്ന് കരുതുന്ന ചില പെൺകുട്ടികളുണ്ട്. വലിയ ഇതൊന്നുമില്ല, അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ കീഴ് സ്നേഹത്തോടെ നിൽക്കും. എനിക്കറിയാം അങ്ങനെ ഒരു അമ്മായിയമ്മയുടെ കീഴിൽ നിന്നതുകൊണ്ട് മാത്രം ഒരു മകള്, 2 മരുമക്കളാണ് ഉണ്ടായിരുന്നത്. ഒരു മരുമകൾ അമ്മായിയുടെ കീഴെ നിൽക്കും, മറ്റേ മരുമകളാണെങ്കിൽ മകനെ വിളിച്ചുകൊണ്ട് പാഞ്ഞു പോയി. 2 മക്കളല്ല ഉള്ളതാണ്. ഈ അണ്ടറിൽ നിന്ന മരുമകൾക്ക് പിന്നീട് തൻ്റെ പഴയ ആഭരണം എല്ലാം പതിയെ കൊടുക്കുന്ന, അതായത് വർഷങ്ങൾ കൊണ്ടുള്ള ബോണ്ടിങ്ങിൽ ഈ അമ്മായിയമ്മ എല്ലാം കൊടുക്കും. മറ്റേ ചാടിപ്പോയ മരുമകളെ ഒന്നും മൈൻഡില്ല, എന്നും തെറിവിളിയാണ്. പക്ഷെ കൂടെ നിന്നവൾ പതിയെ ഈ അമ്മായിയോടിട്ട് ഭയങ്കര ബന്ധം, എവിടെ പോകണമെങ്കിലും ഈ മരുമകളെ കൊണ്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ വിഷയങ്ങളും ഓരോ തരത്തിലാണ്. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇത് മുന്നേ കൂട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു.
ഇങ്ങനെയുള്ളൊരു ഫാമിലിയിൽ ചെന്ന് കയറുമ്പം ഹസ്ബൻഡിനോട് ചോദിക്കണം, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, എനിക്ക് എന്നെ പഠിക്കാൻ വിടൂ, എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കാണാൻ പോകണം, എനിക്ക് അതിനൊക്കെ അനുവാദം കിട്ടും എന്നൊക്കെ ഉള്ളൊരു സാമാന്യമായിട്ടുള്ള ഇത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചോദിച്ചേ മതിയാവും. സമ്മതിച്ചായിരിക്കുമല്ലോ ചിലപ്പം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ശേഷമല്ലേ ഇവര് എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പെൺകുട്ടി ഡിവോഴ്സ് ചെയ്തു പോകുക, അല്ലെങ്കിൽ ഈ അമ്മായി മരിക്കുന്നവരെ കാത്തു കെട്ടിയിരിക്കുക. നമ്മുടെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അമ്മായി മരിക്കുമ്പോൾ തിരിച്ചു വാ എന്ന് പറഞ്ഞു കൊടുത്ത കാര്യം തീർന്നു. അങ്ങനെ ഒരു മെസ്സേജ് ചെയ്താലും മതി. അങ്ങനെ അതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു അമ്മായിയുടെ സ്വഭാവം നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ആരെങ്കിലും ഒരാൾ കൗൺസിലിംഗ് ചെയ്ത് ഈ അമ്മായിയെ പിടിച്ചിരുത്തി പറയുന്നത് നിങ്ങൾ മരുമകളെ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, ഒരു വന്ന പെൺകുട്ടിയെടുത്ത് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൗൺസിലർ നന്നായിട്ട് കൗൺസിൽ ചെയ്യുമ്പോൾ നിൻ്റെ ആളൊന്നും അല്ലല്ലോ, ഇത് എൻ്റെ കുടുംബത്തിലെ കാര്യം നീ പറയേണ്ടതെന്ന് പറഞ്ഞ് ഈ അമ്മായി എടുത്ത് അടിപ്പോവും. അതായിരിക്കും അവിടെ സംഭവിക്കുന്നത്. കാര്യം ഇങ്ങനെ എല്ലാത്തിലും കയറി ഇടപെടുന്ന ഒരു അമ്മായി ഉണ്ട് എല്ലാ കാര്യത്തിലും. ഇനി എത്ര താഴ്ന്നു നിന്നാലും മരുമകളുടെ മുമ്പ് കുനിഞ്ഞു നിന്നാലും ചാടിപ്പോകുന്നൊരു മരുമകളും ഉണ്ട്. അല്ല, ചില സമയങ്ങളിൽ ഈ ഇവള് ഇനി തലയ്ക്ക് കയറുമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡോസ് കൊടുക്കുന്ന അമ്മായിയമ്മമാര് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ അമ്മായിയമ്മ ഒന്നല്ല, പലതരം മുഖങ്ങളാണ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓരോരുത്തർ ഈ മരുമക്കളൊന്നല്ല, ഓരോ തരത്തിൽ എങ്ങനെ വന്ന് കയറിയ ഉടനെ മകനെ വിളിച്ച് അത്രയും നാൾ സ്വസ്ഥമായിട്ടിരുന്ന വീട്ടിൽ പ്രശ്നമുണ്ടാക്കി കൂട്ടിയടി ഉണ്ടാക്കി ഈ മകനെയും വാലി തൂക്കിയെടുത്തോണ്ട് പോകുന്ന മരുമകളുണ്ട്. അപ്പം നമ്മൾ എല്ലാത്തിനെയും കണ്ടിട്ടേ ഈ മറുപടി പറയാവൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു തരാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നന്നായിട്ടൊരു കുടുംബജീവിതം കൊണ്ടുപോകേണ്ട ഒരാൾ ആദ്യം ചെയ്യേണ്ടത് അമ്മയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടു അമ്മ നന്നായിട്ട് സ്വസ്ഥമായിട്ടിരിക്കും. നമ്മൾ ആദ്യമേ തീരുമാനം, അമ്മ ഞാൻ വിവാഹം കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ ഉദ്ദേശിക്കും. അപ്പോൾ എന്തിനാണ് അല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിക്കണം, തൊട്ടടുത്തോ വേറെ എവിടെയോ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ എന്തുകൊണ്ടും പ്രാപ്തമായിരിക്കണം ഒരു മരുമകനും മരുമകളും. കാര്യം വേറൊന്നുമല്ല, അവർ നമുക്ക് തോന്നും വാർദ്ധക്യ കാലത്ത് ഇവരെ കളഞ്ഞിട്ട് പോകണം. ഒരിക്കലും കളഞ്ഞിട്ട് പോലും അവരുമായിട്ട് എന്ന് റിലേഷൻ വെച്ചിരിക്കണം. പക്ഷെ കുറച്ച് അകലെയായിട്ടാലും ഇവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് ഇവരുടെ സ്വാതന്ത്ര്യങ്ങളിൽ മറ്റൊരാൾ ഇടപഴകാതിരിക്കാൻ തരത്തിൽ ഒന്ന് മാറി താമസിക്കാം. അമ്മയുടെ വേണമെങ്കിൽ നമുക്ക് അത്ര സ്നേഹമാണ് അമ്മയ്ക്ക്, വേറെ ആരും ഇല്ലെങ്കിൽ അമ്മ എല്ലാ ലേഡീസിനും ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു ഇത് കിട്ടണമെന്നില്ലല്ലോ. ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്ന ആ ലേഡി എന്ന് ചുമ്മാരിക്കണം ഇവരോടൊത്ത് കൂടെ ചേർന്ന്. അതില് സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പല ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത് ഇന്നോ ഇന്നലെ ഉള്ള കാര്യമൊന്നുമല്ല. വർഷങ്ങളായിട്ട് അത് മരുമകളോട് ഇങ്ങനെ രീതിയിൽ പെരുമാറുന്ന അമ്മമാര് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ അമ്മായിയമ്മയും ഒരിക്കലൊരു മരുമകളായിരുന്നു. ആ അമ്മയ്ക്ക് ഒരു മകൻ പിറന്നു, ആ മകനെ വളർത്തി, അവൻ്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എല്ലാം നോക്കി വളർത്തി അവനെ കൊണ്ടുവന്നു. ഇവനിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് എന്നുള്ള ചിന്തയിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേറൊരു പെൺകുട്ടി വന്നു കയറുമ്പോൾ അവൾ തൻ്റെ തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം, താൻ പറയുന്നതിന് അനുസരിച്ച് നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് എപ്പോഴും എല്ലാത്തിലും തൻ്റേതായിട്ടുള്ള അധികാരഭാവം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അമ്മയ്ക്ക് അതിൽ നിന്നൊക്കെ വേറൊരാൾ വന്ന് അതിലെല്ലാം കൈയടത്തുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതാവുന്നത്. അത് ഈ മരുമകളായിരുന്നപ്പോഴത്തേക്ക് ഈ അമ്മയ്ക്ക് തൻ്റെ അമ്മായിയമ്മ കാണിച്ചിരുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് അവരെ കുറ്റം പറഞ്ഞിരുന്ന അതേ വ്യക്തി തന്നെ വലുതാവുമ്പോൾ മകന്റെ കാര്യത്തിൽ വരുമ്പോൾ നേരെ തിരിച്ച് അവൻ്റേതായിട്ടുള്ള ആ അമ്മായിയമ്മ റോള് വീണ്ടും പുനർജനിക്കുകയാണ്. ഇത് വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നതെന്നാണ് എനിക്ക് അത് തന്നെയാണല്ലോ ലക്ഷ്മി ഞാൻ പറഞ്ഞു വന്ന് നിർത്തിയ പോയിന്റ്. അവരവരുടെ സ്പേസ് ഉണ്ട്, ആ സ്പേസിലേക്ക് മാറാനായിട്ടാണ് ഒരു വീട് മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ അമ്മായിയമ്മയ്ക്ക് പെരുമാറാനായിട്ട് അമ്മായിയമ്മയ്ക്ക് എല്ലാം കൊടുക്കാൻ ഈ മകന് അമ്മയെ വേണ്ടാന്നൊന്നുമില്ല. അമ്മ അത്രത്തോളം ഉണ്ട്. എന്ന് പറഞ്ഞാൽ വന്ന് കയറി പിറ്റേ ദിവസം ഓടുകയല്ല ചെയ്യുന്നത്. പതിയെ അമ്മയ്ക്കുള്ള എല്ലാ അമ്മയ്ക്ക് ചിലപ്പം ഇതിൽ ഞാൻ ഏറ്റവും ഈ മാറി താമസിച്ചില്ല എന്നുള്ളൊരു കാര്യം വരട്ടെ. ഇപ്പൊ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഭർത്താവും ഭാര്യയും മാത്രമേ ഉള്ളൂ. അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട്. അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രണ്ടുപേരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വളരുകയാണെങ്കിൽ ഇവർ ഒരിക്കലും അങ്ങനെ വളരെ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നില്ലായിരുന്നു. അങ്ങനെ അമ്മയെ വിട്ട് നമ്മൾ മാറി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയെ ഒറ്റയ്ക്ക് ഒരു വീട്ടിലോട്ടാക്കിയിട്ട്
പുറത്തോട്ട് ഒരു മാറി താമസിക്കുമ്പോൾ ആദ്യമേ തന്നെ വന്നിട്ട് ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും, വന്നു കയറിയ ഉടനെ തന്നെ അവള് വേറെ വിളിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരിതായിരിക്കും. ഇതിപ്പോൾ ഭർത്താവ് തന്നെ അമ്മയോട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ താമസിക്കണം, ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഞങ്ങളുടെ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വന്നു കയറി അവള് ഇത്രയും ദിവസം എൻ്റെ കൂടെ നിന്നവൻ ഇപ്പം അതാ അവള് പറയുന്നത് കേട്ട് പോകുന്നു. പിന്നെ കരച്ചിലായി, കണ്ണീരായി, ആൾക്കാരോട് പറയുന്ന രീതിയായി, ഇവൾക്ക് അപ്പോഴും സ്വസ്ഥത ഉണ്ടാവത്തില്ല. അപ്പൊ അത് രണ്ടും അല്ലാത്ത രീതിയിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഈ അമ്മയും കൂടെ ഞാൻ പറഞ്ഞു എന്നാൽ ഈ ഒരു കാര്യം വീട് മാറുക എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഏതൊരു കുടുംബത്തിലും സ്വന്തമായിട്ടൊരു വീട് ഒരു പുരുഷന് സ്ത്രീക്ക് ആവശ്യമാണ്. അവരുടെ സ്വതന്ത്രമായ ഒരു ഏരിയ ആവശ്യമാണ്. പക്ഷേ ഈ അമ്മയ്ക്ക് ഒരാള് ഈ അമ്മയ്ക്ക് ഒരാളിപ്പം എല്ലാ വീട്ടിലും ഈ അമ്മ എന്ന് പറയുന്ന ആള് ഒറ്റയല്ല, അവിടെ ഒരു ഹസ്ബൻഡും മറ്റൊക്കെ കാണും. ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അത് പ്രശ്നമല്ല. ഹസ്ബൻഡും വൈഫുമായിട്ട് ജീവിച്ചു വരുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് അമ്മയെ സ്നേഹിക്കാനും അമ്മയെ പാമ്പർ ചെയ്യാനും അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ സംസാരിക്കാനും ആയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടല്ലോ, ഭർത്താവ് എന്ന് പറയും. ഇപ്പൊ വഴക്ക് കൂടുന്നതായിരുന്നാലും അതിന് ഒരാളുണ്ട്. അപ്പൊ ആ ആളിൽ നിന്നുള്ള സ്നേഹം അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്തോളം അമ്മയ്ക്ക് ഇതിലോട്ട് കൂടുതലൊരു ഇന്റർഫിയറിങ് ഉണ്ടാവത്തില്ല. എന്നാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ് ഇപ്പൊ ഇവിടുത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഒരു മകനെയാണ് അവർ വളർത്തിക്കൊണ്ടുവന്ന, അവന്റെ സ്നേഹം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ വന്നിട്ട് അവരൊരു വില്ലത്തിയെ പോലെ ആയി മാറുകയാണ്. അവരറിഞ്ഞോ അറിയാതെയോ അവര് എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ പറയാൻ അവര് മാറിയാൽ മാത്രമേ ഈ ഒരു പെൺകുട്ടിയുടെ എല്ലാവിധ സ്വാതന്ത്ര്യത്തിലും ഇടപെട്ട് ആ പെൺകുട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും സമ്മതിക്കാതെ ഒന്നുമില്ലാതെ നിൽക്കുന്ന അവരുടെ ജീവിതത്തിൽ ഒരു മകനെ വളർത്തിക്കൊണ്ടുവന്നെന്ന് പറയുന്ന ഒരു അവകാശം വച്ചുകൊണ്ട് അവനെ ക്രൂരമായി പിടിച്ചു നിർത്തുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വിട്ടുമാറുകയല്ലേ ഉണ്ട്. ഈ സ്ത്രീ തിരുത്താനും തയ്യാറാകുന്നില്ല. അപ്പം പിന്നെ എന്താണ് അവിടെ വഴി? ഇല്ലെങ്കിൽ മറ്റേ പെൺകുട്ടി പറഞ്ഞ പോലെ ഇവർ മരിച്ചിട്ട് കയറി വരാന്നുള്ളത്. അവിടെ ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്. അമ്മ മരിക്കാൻ വേണ്ടി അവൾ പ്രാർത്ഥനയായിരിക്കും പിന്നെ നടത്തുന്നത്. അവിടെ നമുക്ക് പറയുന്നത് ഒന്നുകിൽ ഈ അമ്മ എന്ന് പറയുന്ന ഒരാള് സ്വയം തിരുത്തൽ വേണം. രണ്ടാമത് ഞാൻ വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ചില എടുത്ത് അത് നടക്കില്ല എന്നുള്ള ഈ മരുമകൾ വിളിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ആദ്യം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. വന്ന് കയറി ഉടനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രകൃതമല്ല ഇവിടെ ഈ പ്രശ്നം. അവള് പറഞ്ഞല്ലാതെ പുള്ളിക്കാരൻ തന്നെ തീരുമാനിച്ചത് മാറിയാലും എല്ലാ പഴി ഇവളുടെ മേലെ തന്നെയായിരിക്കും വന്ന് ചാടുന്നത്. ഈ കുടുംബ ജീവിതത്തിലെ പഴികൾ അത് ചുറ്റുപാടുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന കുറേ സമൂഹത്തിലുള്ള ആൾക്കാരുണ്ടാവും. അവരെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങനെ. ഇത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും മറ്റുള്ള കാര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. അതായത് ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ എടുക്കാം. ഒന്നുകിൽ മാറി താമസിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, പുരുഷനിൽ സ്വയം പര്യാപ്തത എന്ന് പറയുന്നൊരു കാര്യം വേണം. ഈ പുരുഷൻ പലപ്പോഴും അത്രയും കാലം അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഈ അമ്മയാണ്. അവന് പാചകം ചെയ്തു കൊടുക്കുന്നത്, അവൻ്റെ വസ്ത്രം അലക്കി കൊടുക്കുന്നത്, അവന് വേണ്ടുന്ന അവൻ്റെ മുറിയിൽ കിടക്കുന്ന മറല വാരി കൊടുക്കുന്നത് എന്നുവേണ്ട സകല കാര്യങ്ങൾ ഈ കുട്ടി വളർന്നതൊന്നും നോക്കണില്ല. അമ്മയുടെ കയ്യിൽ കൈക്കുഞ്ഞാണ്. ഇങ്ങനെ വളർത്തി എല്ലാ കാര്യങ്ങളും ഇവൻ കിടന്ന് ഉറങ്ങും, രാവിലെ വിളിച്ചുണർത്തുന്ന എല്ലാ അമ്മയാണെന്ന് വെച്ചോ. ഈ അമ്മയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ മകൾ വന്ന് കയറുമ്പോൾ അവരുടെ റൂം എപ്പോഴും അടഞ്ഞു കിടക്കുന്നു, ഇവനെ കാണാൻ കിട്ടുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ വരും, കുറേ അധികം ടെൻഷൻ വരും. അവിടെ നിന്നും എൻ്റെ മോനെ ഇവള് പിടിച്ചുകൊണ്ട് പോകുന്ന റിവെഞ്ച് പോലുള്ള ചിന്തയും വരും. എൻ്റെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന കുട്ടി എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത ഈ അമ്മയിൽ അങ്കുരിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ വന്നു കയറുന്ന പെൺകുട്ടി വെറുതെ അമ്മായിയമ്മ കഥകളിൽ വെച്ച് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഇപ്പം പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അമ്മായിയോടൊപ്പം നിന്ന് എന്നെ ചവിട്ടിക്കളയും. ചിലടത്ത് പറഞ്ഞു, നീ പെട്ടെന്ന് തന്നെ നിൻ്റെ ഭർത്താവിനെ നിൻ്റെ കൂടെ നിർത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയോ ഇങ്ങനെ ഉപദേശിക്കാം. പെൺകുട്ടി ഇറങ്ങുമ്പോഴേ ഉപദേശിക്കാനുള്ള 100 കണക്കിന് പേരുണ്ട്. ഒരു വീട്ടിൽ വന്ന് കാണാൻ നേരത്തെ ഒരുപാട് ഉപദേശം. അപ്പോഴുള്ളവർ ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ ഒരു അരയും തലയും മുറിക്കുക പോലെ പെൺകുട്ടി വന്ന് കയറുകയാണ്. അവർ തമ്മിലുള്ള ഒരു ഇത് കിടക്കുകയാണ്. ഒരു സ്പർദ്ധ എന്നോ ജനറ്റിക്കലി കുടിയേറിയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഇന്നത്തെ ചില ആശയങ്ങൾ വെച്ചുകൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ മകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാം. അവൻ്റെ ഡ്രസ്സ് അലക്കുന്ന കാര്യം ഒരു ഘട്ടം കഴിഞ്ഞാൽ അവൻ ചെയ്തോളണം. അവൻ്റെ
മുറി തൂത്തു വരുന്ന കാര്യം, അവൻ ഒന്ന് ചുരുട്ട് അടിക്കുന്ന കാര്യം, ക്ലീൻ ചെയ്യുന്ന കാര്യം അവൻ ചെയ്യണം. അവൻ ഫുഡ് ഉണ്ടാക്കുന്ന നേരത്ത് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവൻ പഠിച്ചിരിക്കണം. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഇവന് എല്ലാ കാര്യത്തിലും ഒരു പര്യാപ്തതയുണ്ട്. അമ്മയ്ക്ക് കൂടുതൽ ഇവൻ്റെ കാര്യത്തിലേക്ക് കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഇമോഷണലി അവർക്ക് സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ എല്ലാം ഉണ്ടെങ്കിലും ഇതുപോലെ വന്നു കയറുന്ന പെൺകുട്ടിയെടുത്തും ഇവൻ കുറേ കാര്യങ്ങൾ ഇവന് സ്വയം പര്യാപ്തത ഇല്ലാത്തപ്പോഴാണ് ഈ അമ്മ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ ഇവൻ മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്തെന്നറിയുമോ? പിന്നെ നേരെ ചുവ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ അറിഞ്ഞുകൂടെ ഇരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഈ ആശ്രയബോധം കൂടുതലായിട്ട് വരും. പക്ഷേ രണ്ട് വ്യക്തികൾ തമ്മിൽ, ഇനി അമ്മയും മകനോ ആയാലും ശരി, അച്ഛനും മകനോ ആയാലും അമ്മയും മോളോ ആയാലും, ഈ ആശ്രയശീലം കൂടുതലായിട്ട് വരുന്നത്. അവനവന് കഴിയുന്നത് അവനവൻ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. ഇപ്പം വരുന്ന മരുമകൾക്ക് ഒരു ചായയുടെ അറിഞ്ഞുകൂടെ ഇരിക്കും. വന്ന് കയറുമ്പം അവൾ അത്രയും നാൾ അമ്മയുടെ ശിക്ഷണത്തിലാണ് വന്നുകൊണ്ട് അമ്മ പറയും അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ ചെയ്തോളൂ എന്ന് പറയും. അല്ലെങ്കിൽ പിന്നീട് അവിടുത്തെ അമ്മ എല്ലാം ചെയ്യുന്ന ആൾ നീ ചെയ്തോ എന്ന് പറയും. ഇവക്കൊന്നും അറിയില്ല. പിന്നെ എന്നും ഫുഡെല്ലാം വെളിയിൽ നിന്നാണ്. നമുക്ക് നേരെയല്ലേ ഒരു നാരങ്ങ വെള്ളം പുഴിഞ്ഞ് അതൊന്ന് കുടിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത എത്രയോ കുട്ടികളെ നമുക്കറിയാം. അപ്പം ഈ തെറ്റെന്ന് പറയുന്നത് ഒരാളിൽ മാത്രമല്ല അങ്കുരിക്കുന്നത്. ഭാര്യ, ഭർത്താവ്, അമ്മായി, ഈ 3 പേരിലും ഉണ്ടാകുന്ന തെറ്റുകളാണ് മൊത്തത്തിൽ വരുന്നത്. ഒരാൾ മാത്രമല്ല. അപ്പം ഒരാളെ നമ്മളിപ്പം അമ്മായിയെ നിലയ്ക്ക് നിർത്താൻ മാത്രം ഇവിടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ മോൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഈ നട്ടല് പ്രദർശിപ്പിക്കാത്ത മോൻ. അമ്മയെടുത്ത് തെറ്റാണ്, അമ്മ അവളെ അങ്ങനെ വഴക്ക് പറയാൻ പാടില്ല, അവളുടെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ, അവൾക്ക് ജോലി കിട്ടി, അവളുടെ താല്പര്യമല്ല, അവൾ പഠിച്ച ഇത്രയല്ലേ എന്ന് പറയാനുള്ള തൻ്റെ ഇടം. അപ്പം അമ്മ വയ്ക്കുന്നത് നീ ഇപ്പം എൻ്റെ അല്ലമ്മ അതല്ലേ ശരി എന്ന് പറഞ്ഞ് ശരിയുടെ പക്ഷം നിൽക്കാത്ത ഈ മരുമകൻ ഇവൾ പറയുന്നത് ആ മരുമകൻ കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താണ്, അവളെ മഴക്കൊന്ന് അധികമൊന്നും പറയുന്നില്ലായിരിക്കും ഈ വിഷയത്തിൽ. അമ്മായി അമ്മ ഒന്ന് പോയി കിട്ടിയാൽ ഞാൻ ഓക്കെ എന്നാണ് അവളെ പറയുന്നത്. എന്നാൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ സുഖമായിട്ട് ജീവിക്കും. അപ്പോൾ അമ്മായിയമ്മ എന്തിനാ അങ്ങനെ പോണേ? പകരം അമ്മയടുത്ത് പറയാം, അമ്മ ഇവിടെ നമ്മൾ തമ്മിൽ ശരിയാവുന്നില്ല, ഞാൻ തൊട്ടടുത്തൊരു പുതിയ വീട് വയ്ക്കാം, അവനൊരു സ്വന്തമായിട്ടൊരു വീട് വെക്കണ്ടേ, അമ്മയ്ക്കും വന്ന് നിൽക്കാം. അപ്പോൾ അവർ തമ്മിൽ അവൻ സ്വന്തമായിട്ടാണ് ഒരു വീടൊക്കെ വെച്ച് അങ്ങോട്ട് മാറുകയാണെങ്കിൽ അപ്പോൾ അത് ഈ അമ്മയ്ക്ക് തോന്നുന്നു അവൻ്റെ ആ വളർച്ചയെ ഒരു അക്സെപ്റ്റ് ചെയ്യും, അവൻ പക്വതയായി കഴിഞ്ഞു എന്നുള്ള. ഇപ്പം ഈ അമ്മക്കുട്ടി എന്ന് പറയുന്ന ഈ കുട്ടിയിൽ ഇവൻ്റെ വളർച്ച അമ്മയ്ക്ക് അറിയാൻ പറ്റില്ല. ഉള്ള കുട്ടിയായിട്ടാണ് ഏകദേശമൊക്കെ പരിഗണിച്ച് വെച്ചിരിക്കുന്നത്. അവരുടെ വളർന്ന അവർക്ക് ഫുള്ള് ആശ്രയിക്കാൻ പറ്റിയൊരു കുട്ടിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത് ഈ പ്രശ്നം. അമ്മക്കുട്ടിയായിട്ടുള്ള പലരിലും ഇങ്ങനൊരു പ്രശ്നം വരാണ്. അമ്മയുടെ കൂടുതലായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ പലയിടത്തും. എന്നാൽ ഇന്നിത് തിരിച്ചറിയുന്നുണ്ട് പലരും. കാലം മാറുന്നതനുസരിച്ച് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഡിവോഴ്സ് കൂടുതലായിട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ വയ്യ. ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഇനി വിവാഹമോചനമാണ് നല്ലത് എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. ഈ അമ്മായി മരുമകൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, അത് എല്ലാ കുടുംബത്തിലും നടക്കണം. അതായത് മരുമകൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മോൻ അമ്മയുടെ മുമ്പ് വെച്ച് അവളെ എന്തെങ്കിലും പറഞ്ഞ് കുറേ വഴക്ക് പറയും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് ഈ മരുമകൾ ഇല്ലാത്ത സമയത്ത്, അവൻ്റെ ഭാര്യ ഇല്ലാത്ത സമയത്ത് അവളെക്കുറിച്ചുള്ള കുറേ കുറ്റങ്ങൾ ഈ അമ്മയടുത്ത് പറയും. ഈ അമ്മയുടെ ഉള്ളിൽ ചെറിയ വാശിയും ഇതൊക്കെ ഉണ്ട്. അത് ഇവർ തമ്മിൽ സംസാരിക്കും. ഈ മകനും അമ്മയും കൂടെ ആയിരിക്കുമ്പം സംസാരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ മരുമകളും അമ്മായിയും കൂടെ ഇരിക്കുമ്പോൾ കുറേ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. ഈ സംസാരിക്കുമ്പോഴും ചിലപ്പോൾ അവളുടെ കുടുംബത്തിലുള്ള ചിലരുടെ കുറ്റങ്ങളായിരിക്കും പറയുന്നത്. ചിലപ്പം ഈ മോൻ്റെ കുറ്റമായിരിക്കും, ഇവരുടെ മകൻ്റെ കുറ്റമായിരിക്കും പറയുന്നത്. ഇങ്ങനെ ചർച്ച ചെയ്യും. ഈ ചർച്ച ചെയ്യുന്നതെല്ലാം ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് ഏതെങ്കിലും വഴക്കമുണ്ടാകുമ്പോൾ അതൊരു പൊട്ടിത്തെറിക്ക് കൂടുതൽ കാരണമാണ്. പിന്നീട് പറയും, എടാ നിൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് അന്നേരം വന്ന് പറഞ്ഞ് നിന്നെക്കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. അവൾ വലിയൊരു കാര്യമായിരിക്കും പറഞ്ഞു കൊടുത്തത്. ഈ പറഞ്ഞ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടിയിട്ടും ഈ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ അമ്മായിയമ്മ മരുമകൾ പോരെന്ന് പറയുന്നത് അത് നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഇവർ രണ്ടുപേരും തന്നെ തീരുമാനിക്കണം. എന്താണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് എന്ന് ഒരു ആൾ കടക്കുന്നു അന്ന് ഈ അമ്മായിയമ്മ മരുമകൾ പോരൊക്കെ നിൽക്കുള്ളൂ. എനിക്കുള്ള സ്പേസ് ഇതാണ് എന്ന്
ഒരു അമ്മയും എനിക്കുള്ള സ്പേസ് ഇത് ആണ് എന്ന്, ഒരു മരുമകളും എനിക്കുള്ളൊരു സ്പേസ് ഇതാണെന്ന് ഒരു മകനും അല്ലെങ്കിൽ അവളുടെ ഭർത്താവും തിരിച്ചറിയണം. എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, ഒരാൾ ഒരാളുടെ മുകളിലേക്ക് കയറരുത് എന്നുള്ളൊരു തീരുമാനം എന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ വളർന്നു വരുന്നു, അന്ന് മാത്രമേ ഈ പോരെന്ന് പറയുന്ന കാര്യം മാറുള്ളൂ. ഇപ്പം ഫൈനലി ലക്ഷ്മി ചോദിച്ചില്ലേ ഈ കുട്ടിക്ക് എന്താണ് ഇത് കൊടുക്കാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ കുട്ടിയുടെ കുടുംബക്കാർ പറയണം വന്ന് സംസാരിച്ചിട്ട് ഈ പെൺകുട്ടിയെ അടുത്ത് മാറി താമസിക്കുന്നത് ആണ് ഇവർക്ക് ഉചിതമെങ്കിൽ ഈ അമ്മായിയമ്മ എനിക്ക് അവളുമായിട്ട് സഹകരിക്കാൻ വയ്യ, അവൻ്റെ ജീവിതം നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ അമ്മ എന്താണ് ചെയ്യേണ്ടത്? അവർ തമ്മിൽ സ്വസ്ഥമായിട്ട് മാറി താമസിക്കാനുള്ളൊരു ഇടം കൊടുക്കണം. അതല്ല അവൻ്റെ ഭാര്യ കൊള്ളില്ല, അവൾ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ വേറെ ഒന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവന്നാൽ ഇതേ സ്വഭാവമാണ് ഈ അമ്മ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയും പോകും. അങ്ങനെ ഇവൻ്റെ ജീവിതം ഈ അമ്മ നശിപ്പിക്കും. ഈ ഒരു അർത്ഥത്തിൽ ഇവർ മാറി താമസിക്കുന്നത്, ലക്ഷ്മി പറഞ്ഞ പോലെ അമ്മ ഒറ്റപ്പെടും എന്ന് കരുതിയിട്ട് ഒറ്റപ്പെടും എന്നൊക്കെ ഉള്ള ഒരു കാറ്റഗറി തിങ്കിങ് നമ്മുടെ നാട്ടിലുള്ളതാണ്, നമ്മുടെ ഈ ഇന്ത്യൻ കൾച്ചറിലുള്ളതാണ് എന്തോന്ന് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. വിദേശത്തൊക്കെ അങ്ങനെയൊന്നും ഇല്ല. 10-15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ കുട്ടികൾ അവരവരുടേതായിട്ടുള്ള രീതിയിലോട്ട് മാറുകയാണ്. അവരൊരു മെച്ചുവേർഡ് ആകുമ്പോഴത്തേക്കും വിവാഹം കഴിച്ച് അവരവരുടേതായിട്ടുള്ള സ്പേസ് കണ്ടെത്തി അവര് സെപ്പറേറ്റ് ആയി താമസിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പാരന്റ്സ് എന്ന് പറയുന്നത് വല്ലപ്പോഴും വന്ന് ഇവരെ ജോയിൻ ചെയ്ത് ഇവരുടെ ഹാപ്പി മൊമെന്റ്സിൽ വന്ന് അവരുമായിട്ട് കുറച്ച് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന കുറച്ച് ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് അവര് പെരുമാറുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയാണ് ഈ പറഞ്ഞ മാതിരി വേറൊരു കുടുംബം എന്നുവെച്ചാൽ മകനും മരുമകളും എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കുടുംബമാണത്. അവരുടെ ആ കുടുംബം ഇവരുമായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കണം, ഇവരുമായിട്ട് നിന്നില്ല എങ്കിൽ അത് മരുമകൾ അടർത്തിക്കൊണ്ട് പോകുന്നതാണ്, അവൾ ഇന്നലെ കയറി വന്ന് അവളെ കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മുടെ സമൂഹമാണ് കൊണ്ടുവരുന്നത്. അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഒരു മാറുന്ന കാലഘട്ടം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു 20 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ലേഡീസ് ആയിരിക്കും അന്നത്തെ അമ്മായിയമ്മമാര്. അവര് ഈ ഫേസ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ, അവര് കുറച്ചുകൂടി ഇൻഡിപെൻഡൻസി ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഉള്ളവർ. അവർ ഏകദേശം ഒക്കെ ചേഞ്ചസ് ആയിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു ഭാവിയിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ഡിഫറൻസ് നമ്മുടെ സമൂഹത്തിൽ വരും. ഒരു ഫോറിൻ കൾച്ചറൊക്കെ പോലെ തന്നെ ഈ അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അമ്മമാർക്ക് ചിലപ്പം കഴിയുമായിരിക്കും എന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ അമ്മയുടെ കാര്യം എടുത്തപ്പോൾ ഞാൻ കാണിച്ച ഒരു കാര്യം പറഞ്ഞുതരാം. അവർ തമ്മിൽ ഭയങ്കര മരുമോളും അമ്മായിയും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ മരുമാൻ്റെ അടുത്ത് ചോദിച്ചു, ഈ അമ്മയ്ക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അത് പണ്ട് പറയുമായിരുന്നു, ഈ അമ്മയ്ക്ക് ഈ ഭാഗവത ഇങ്ങനെയൊക്കെ പഠിക്കാൻ പോകണം, അതിങ്ങനെ പഠിപ്പിക്കാൻ പോകണം എന്ന് പറയും, അങ്ങനെ താല്പര്യമെന്ന് പറയും. ഞാൻ പറഞ്ഞു അത് പഠിപ്പിക്കാൻ വിടും. അപ്പോൾ അമ്മയടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായി. അങ്ങനെ അവിടെ ഒരു ആശ്രമത്തിൽ കൊണ്ട് പഠിപ്പിക്കാൻ അമ്മ എന്ന് രാവിലെ പോവും, അവിടെ പഠിപ്പിക്കും. അവിടെയുള്ള അമ്മ വരുമ്പോൾ തന്നെ വൈകുന്നേരം ആവും. വൈകുന്നേരം ഓടി വന്ന് കാര്യങ്ങൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് രാവിലെ മുതൽ അമ്മയ്ക്ക് ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞു. അമ്മ വളരെ സ്വസ്ഥമായിട്ട് വന്ന് കയറിയ മോള് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങളെല്ലാം മാറി. അപ്പോൾ അത് അമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് വെറും സീരിയലുകൾ, വയലൻസ് ആയിട്ടുള്ള സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയായിരിക്കും ഇവിടെ ഉണ്ടായത്. ഈ അമ്മയുടെ പാഷൻ എന്താണെന്ന് ഈ മക്കൾ മനസ്സിലാക്കണം. അമ്മമാരൊക്കെ ഇച്ചിരി ഏജിലായപ്പോൾ അവർക്ക് പ്രായാധിക്യം കൊണ്ട് കുറേ ചിന്തകളൊക്കെ വന്നേക്കാം. അപ്പോൾ അവർക്ക് ഈ മാത്രമല്ല തൻ്റെ വീട്ടിലേക്ക് കയറുന്ന മറ്റൊരു പെണ്ണാണ്, തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നൊക്കെയുള്ള ചിന്തകൾ ഇവിടെ വരുമ്പം ഈ മകൻ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാക്കുന്ന തരത്തിലേക്ക് വളർത്തി കൊടുക്കണം. അവരുടെ കുറേ ഇഷ്ടങ്ങളുണ്ടായിരിക്കും ജീവിതത്തിൽ, അവർക്ക് ചിലപ്പം ആസ്വദിക്കാൻ പറ്റും കുറേ അത്തരം കാര്യങ്ങൾ കണ്ടെത്തി. ചിലപ്പോൾ എനിക്കറിയാം ചിത്രരചന ഇങ്ങനെ ഉള്ളൊരു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുന്നലിന് കൈത്തുന്നൽ കൊണ്ട് പടങ്ങളൊക്കെ വരയ്ക്കുന്നൊരു ഇഷ്ടം, ക്ലേ മോഡലിംഗ്, ഇങ്ങനെ ഒരുപാട് കഴിവ്. അവരുടെ കുട്ടിപ്രായത്തിൽ ഒന്നും നടക്കാൻ പോകാത്ത കുറേ കാര്യങ്ങൾ. ഒരു അമ്മയ്ക്ക് ട്യൂഷൻ എടുക്കുന്നതിലായിരുന്നു താല്പര്യം. ഭർത്താവ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. ഓൺലൈൻ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഓൺലൈൻ ട്യൂഷൻ എടുത്തു തുടങ്ങിയപ്പോൾ അമ്മയുടെ സമയമില്ല, നല്ല ഏണിങ്സും ആയി അത് കഴിഞ്ഞപ്പം. അങ്ങനെ ഒരു ആൾ സാധാരണ ദുർബലയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഈ അമ്മയൊക്കെ വേറെ ലെവലിലേക്ക് മാറി. അതുകൊണ്ട് നമ്മളെ അമ്മമാർ ഒന്നും പണ്ടത്തെ പോലെ അവരുടേതായ ഒരു ഏരിയ അവർക്കും കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ തർക്കങ്ങൾക്കൊന്നും സമയം കിട്ടില്ലെന്നേ. അപ്പോൾ ഈ അമ്മയ്ക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ വേണം.
അപ്പോൾ ആദ്യം അവിടെ കണ്ടെത്തിയിട്ട് ആ രീതിയിൽ ആ അമ്മയും കൂടെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ ആദ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരേ വീട്ടിൽ തന്നെ ഇവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. ഇനി അമ്മ അതിനൊന്നും വഴങ്ങിയില്ലെങ്കിൽ മാത്രം മറ്റൊരു വീട് നോക്കി പോയാൽ നമുക്ക് വേറൊരു മറുപടിയില്ല. മരുമകളെ പോലും ജോലിക്ക് പോകാൻ അവിടെ അനുവദിക്കുന്നില്ല. അതെ, അത് എവിടെയൊക്കെ ഒരു ഹുങ്കാണ്. അമ്മയ്ക്ക് കിട്ടാത്ത പോയ കുറെ കാര്യങ്ങള് എവൾക്കും കിട്ടണ്ടെന്നുള്ള ഒരു റാങ്കിങ് മെന്റാലിറ്റിയാണ്. അതായത് നമ്മൾ കോളേജിൽ കയറി ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ റാഗ് ചെയ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ വീണ്ടും റാഗ് ചെയ്യണം എന്നുള്ള ചിന്താഗതി അത് മാറേണ്ട ഒരു കാലഘട്ടമായി. ഈ പെൺകുട്ടിക്ക് ഇപ്പൊ ഇവിടെ ഇതിലിപ്പം അവൾക്ക് അവളുടേതായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഫാമിലി ആയിട്ടൊന്ന് ചർച്ച ചെയ്ത് നോക്കുക. വീട്ടുകാർ വന്ന് ഈ ഒരു വിഷയം ഈ രീതിയിലാണെന്ന് ചെയ്യാൻ പറ്റും. ലക്ഷ്മി, ഇതിൽ ചെയ്യാൻ പറ്റും. എനിക്ക് പറയുന്നുണ്ട്, ഈ മരുമകൻ ഈ മോൻ എന്ന് പറയുന്നില്ല, ഈ മകൻ റിയലൈസ് ചെയ്യുന്നില്ല ഇതുവരെ. നിലവിൽ ഇതുവരെയും പുള്ളിക്കാരൻ അയാളുടെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കിയിട്ടില്ല. അയാൾ ആ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടിയിരുന്ന ഒരു സ്ഥാനം ഒരിക്കലും കൊടുത്തിട്ടില്ല. അതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമായത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ ഫാമിലി ആയിട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഇവരുടെ പക്ഷവും കേൾക്കാൻ പറ്റും, അവളുടെ പക്ഷവും കേൾക്കാൻ പറ്റും. ഇവർക്ക് താല്പര്യം ഉണ്ട് എങ്കിൽ ഇത് ഒന്നിച്ച് പോകാൻ പറ്റും. ഇല്ല എങ്കിൽ ഈ പറഞ്ഞ മാതിരി വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. അപ്പോൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴി കണ്ടെത്തുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ല എന്നുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നമുക്ക് സാധിച്ചില്ല. സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഡിവോഴ്സ്. അതിന് ഒരിക്കലും വേണ്ടാന്ന് കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു തെറ്റായ കാര്യമല്ല, നല്ല കാര്യമാണ്. അപ്പോൾ എന്തായാലും ശരി, ഇനി ഇതിനെ കൂടുതൽ വൈഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചില എതിരഭിപ്രായങ്ങളുണ്ടാവും, ചില നിർദ്ദേശങ്ങളുണ്ടാവും, പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം തന്നെ എന്താണ്, സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സിറ്റുവേഷൻസ് അനുഭവിച്ചവര് ഏത് രീതിയിലാണ് അത് ഡീൽ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അത്തരം കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു കമന്റ് ബോക്സിൽ തന്നെ ഇടണം. വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റില്ല, പലരും വാട്സപ്പിലായിരിക്കും. ഇതിന്റെ കമന്റ് ബോക്സിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ലക്ഷ്മി, ഇന്നത്തെ എപ്പിസോഡ് നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഈ പൂർണ്ണമായിട്ട് പറഞ്ഞൊരു ഉത്തരത്തെ കൊടുക്കാനൊന്നും പറ്റില്ല. ഇത് എനിക്കെന്നല്ല, ഇവിടുത്തെ ചിന്തകന്മാർക്കും ആർക്കും പറ്റില്ല. കാലങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് പറഞ്ഞാലും എതിരഭിപ്രായം ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങളുടെ സ്വന്തം RJ ലക്ഷ്മി. RJ അയ്യർ. നമസ്കാരം. നമസ്കാരം.